ജീവമൊഴികളിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. നമ്മൾ ആത്മീയ കാര്യങ്ങളോട് അടുത്ത് വരുമ്പോൾ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. നമ്മളാണ് ദൈവത്തിനായിട്ട് പൂർണ്ണ ഹൃദയമുള്ള ഒരു നിലപാടെടുക്കേണ്ടത്, നമ്മളാണ് മുഴുവൻ പ്രവൃത്തികളും ചെയ്യേണ്ടത് എന്നതാണ് ഒന്ന്. മറുവശത്ത് ദൈവമാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യേണ്ട എന്നൊരു ചിന്താഗതിയുണ്ട്. സത്യത്തിൽ നമ്മൾ ബൈബിളുമായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ ഈ രണ്ട് ചിന്താഗതികളുടെ മധ്യത്തിലാണ് യാഥാർത്ഥ്യം കിടക്കുന്നത് എന്ന് തോന്നാറുണ്ട്. വെർച്യൂ സ്റ്റാൻഡ്സ് അറ്റ് ദ മിഡിൽ എന്ന് പറയാറുള്ളത് പോലെ യാഥാർത്ഥ്യം ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ്. ദൈവം ഒന്നാമത് അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കി. എന്നാൽ അതിനെ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കേണ്ടതും അതിനായിട്ടൊരു വില കൊടുക്കേണ്ടതുമുണ്ട്. ഈ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, ഇതിനെ രണ്ട് പരകോടികളായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് ഒരേ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഉപമ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്ന് അത്തരം കർത്താവ് രണ്ട് വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ഉപമകൾ ഏകദേശം ഒരേ കാര്യം തന്നെ പറയുന്നവ നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം 44 മുതൽ 46 വരെയുള്ള വചനങ്ങൾ വായിക്കുന്നു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി എന്നാണ് ആ ഉപമ അവസാനിക്കുന്നത്. അടുത്ത് രണ്ട് വാക്യങ്ങളിലായിട്ട് കർത്താവ് പറയുന്ന മറ്റൊരു ഉപമ ശ്രദ്ധിക്കുക. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. രണ്ട് ഉപമയുടെയും അവസാന ഭാഗം അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി എന്നാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി അത് നമ്മളാണെന്നും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പൂർണ്ണമായിട്ട് നൽകി നമ്മുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം വേണം എന്നുള്ള നിലയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കാര്യം അങ്ങനെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശവും ശരിയാണ്. യോഹന്നാൻ അത് പറയുന്നുണ്ടല്ലോ തൻ്റെ ലേഖനത്തിൽ, നമ്മളല്ല ദൈവത്തെ ഒന്നാമത് സ്നേഹിച്ചത്, മറിച്ച് ദൈവമാണ് നമ്മെ സ്നേഹിച്ചത്. ദൈവം പാപിയും ദോഷിയുമായ നമ്മളെ സ്നേഹിക്കുന്നു. അത് സാധാരണഗതിയിൽ നമ്മുടെ യുക്തിക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമല്ല. ഒരു ക്രിസ്തീയ പാട്ടിൽ പറയാറുള്ളത് പോലെ, ഇത്ര സ്നേഹം എന്നെക്കുറിച്ച് നിനക്ക് എരിവാൻ എന്താണ് നന്മ എന്നിൽ കണ്ടത്? ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്ത് നന്മ കണ്ടു നീ രക്ഷാകര എന്ന പാട്ടുകാരൻ പറയുമ്പോൾ, സത്യത്തിൽ എന്നിലൊരു നന്മയുമില്ല. എന്നിലൊരു നന്മയും ഇല്ലാതിരിക്കെ ഇത്രത്തോളം എന്നെ സ്നേഹിപ്പാൻ, സ്വർഗമേ, സ്വർഗത്തിനുള്ളതെല്ലാം വിറ്റ് എല്ലാം നഷ്ടമാക്കി എന്നെ സ്നേഹിപ്പാൻ, എന്നെ വീണ്ടെടുപ്പാൻ എന്നിൽ എന്ത് നന്മയാണ് കണ്ടത് എന്നാണ് ആ പാട്ടുകാരൻ പറയുന്നത്. സത്യത്തിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മളും പലപ്പോഴും ചിന്തിക്കും, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചോ നമ്മൾ എത്തിച്ചേർന്ന ആ വിശുദ്ധിയുടെ ഒരു നിലവാരത്തെക്കുറിച്ചോ നമുക്കൊരു തൃപ്തി ഉണ്ടാവുകയില്ല. നമ്മളങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇത്രയും ദോഷിയും പാപിയുമായി എന്നെ വീണ്ടെടുപ്പാൻ, ഇത്രയും ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന എന്നെ വീണ്ടെടുപ്പാൻ, ദൈവമേ, സ്വർഗമേ, നീ എന്താണ് നന്മ എന്നിലെ കണ്ടത്? ആ ചോദ്യത്തിന് സത്യത്തിൽ നമുക്ക് ഭൂമിയിൽ വെച്ചൊരു ഉത്തരം ലഭിക്കുകയില്ല. സ്വർഗത്തിൽ ചെന്ന ശേഷമോ? ഒരിക്കലൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നിത്യകാലം ഞാൻ സ്വർഗത്തിലായിരിക്കും, പക്ഷേ ആ നിത്യകാലവും സ്വർഗത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവം സത്യത്തിൽ എന്തിനാണ് എന്നെ സ്നേഹിച്ചത്? ആ കാര്യത്തെക്കുറിച്ചുള്ള അത്ഭുതം നിത്യതയോളം, നിത്യത മുഴുവൻ എനിക്ക് അവസാനിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇത്തരണത്തിൽ ഓർക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ കാര്യങ്ങളോട് നമുക്കൊരു താല്പര്യമില്ലാതിരിക്കെ ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ അതിനായിട്ടൊരു വാഞ്ചയും താല്പര്യവും തന്നു. നമ്മെ
ക്രൂശിലെ ആ സ്നേഹത്തെ കാണിച്ച് നമ്മെ ആകർഷിച്ചു. ഒരു നിലപാടെടുക്കാൻ നമുക്ക് കൃപ തന്നു. മുഴുവനും സ്വർഗം തന്നെ ചെയ്തതുപോലെയാണ് നമ്മൾ ആ ഒരു തലത്തിൽ ഈ കാര്യത്തെ നോക്കുമ്പോൾ, രക്ഷയെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളെ വീണ്ടെടുപ്പാൻ സ്വർഗം എത്ര വലിയ മുതലാണ് മുടക്കിയത്. സ്വർഗത്തിനുള്ളത് മുഴുവൻ, സ്വർഗത്തിൻ്റെ മകുടമായിരുന്നവൻ കർത്താവായ യേശുക്രിസ്തു, പുത്രൻ തമ്പുരാൻ, തൃത്വത്തിൽ രണ്ടാമൻ, അവൻ ഈ താണഭൂമിയിലേക്ക് വന്നു, കാൽവറി ക്രൂശിൽ മരിച്ചു, അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്കായിട്ട് ഊറ്റി തന്നു. താൻ നമുക്ക് വേണ്ടി ഒരു രക്ഷാമാർഗം ഒരുക്കി. ആ നിലയിൽ നമുക്കായിട്ട് എത്ര വലിയ മുടക്കാണ് സ്വർഗം മുടക്കിയത്. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഒരളവിൽ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അവിടുന്ന് ആ നിലയിൽ താണു വന്നു, തന്നെ തന്നെ ഒഴിച്ചു എന്നാണ് ആ ഭാഗം പറയുന്നത്. അങ്ങനെ കർത്താവ് അനുസരണമുള്ളവനായി തീർന്നു. സ്വർഗം തനിക്കുള്ളതെല്ലാം ഒരളവിൽ നഷ്ടമാക്കിയാണ് നമ്മളെ ഒരു വിലയേറിയ മുത്തായി കണ്ടത്. അല്ലെങ്കിൽ വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയായി നമ്മളെ കണ്ടെങ്കിൽ സ്വർഗം അതിനുള്ളതെല്ലാം നഷ്ടമാക്കി നമ്മളെ വീണ്ടെടുത്തു. ഒരു വശത്തെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു, നമ്മൾ നമുക്കുള്ളതെല്ലാം വിറ്റ് സ്വർഗത്തെ അന്വേഷിക്കണം. അതേസമയം തന്നെ അതിൻ്റെ മറുവശവും പ്രസക്തമാണ്. സ്വർഗം അതിനുള്ള ഏറ്റവും വലുത്. യേശു കർത്താവിനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് അങ്ങനെ നഷ്ടമാക്കി തനിക്കുള്ളതെല്ലാം വിറ്റാണ് ഈ മുത്ത്. ആ മുത്താരാണ്? ഞാനും നിങ്ങളുമാണ്. നമ്മളെ നേടിയത് ആ നിലയിലാണ്. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ബൈബിളിലെ പഴയ നിയമത്തിലെ ഉത്തമഗീതം എന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ പുസ്തകത്തിലെ പിന്നിലുള്ള കഥ നമ്മൾ ഓർത്തു പോകും. ഈ ഉത്തമഗീതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേറ്റവും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യാഖ്യാനം, അത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത് ഞാൻ ഈ നിലയിൽ ഓർക്കുന്നു. ശലോമോനാണല്ലോ ഉത്തമഗീതത്തിൻ്റെ ഗ്രന്ഥകാരൻ. ശലോമോൻ്റെ അനുഭവങ്ങളാണ് ഒരളവിൽ ഒരു പ്രണയഗീതമായിട്ട് ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ ശലോമോൻ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ ശൂന്യകാരി ആയ ആ പെൺകുട്ടിയെ സ്നേഹിക്കാനിടയായതും അവളുടെ സ്നേഹം തനിക്കായിട്ട് നേടിയതും ആ സ്നേഹത്തിൽ തൃപ്തനായതും ആ കാര്യത്തിൻ്റെ പിന്നിലുള്ള കഥ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സംഭവം, അതിനെ ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. ശലോമോൻ രാജാവ് താൻ ദാവീദിൻ്റെ മകനെന്നുള്ള നിലയിൽ, ഒരു വലിയ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിച്ച ആളെന്നുള്ള നിലയിൽ വളരെ വിവേകമുള്ളവൻ, വളരെ ജ്ഞാനി, വളരെ ധനാഢ്യൻ, വളരെയേറെ സ്വാധീനമുള്ളവൻ, വിദ്യാസമ്പന്നൻ, അങ്ങനെയൊക്കെ തൻ്റേതായ ഒരു മുഖമുദ്ര ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ശലോമോൻ. ആ ശലോമോന് തനിക്ക് ധാരാളം ഭാര്യമാരും ഉണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ശലോമോന് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ശലോമോൻ ഇവരുമൊത്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ ഒരു യഥാർത്ഥ സ്നേഹത്തിനായിട്ട് തനിക്കൊരു ആഗ്രഹവും അതിനായിട്ടൊരു വാഞ്ചയും ഉണ്ടായിരുന്നു. താൻ വിചാരിച്ചു തൻ്റെ ഈ 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും തന്നെ സ്നേഹിക്കുന്നു, അഥവാ സ്നേഹിക്കുന്നു എന്ന് നടിക്കുന്നു. സത്യത്തിൽ അവർക്ക് തന്നോടാണോ സ്നേഹം, അതോ തൻ്റെ രാജകീയ പ്രൗഢിയോടാണോ സ്നേഹം, തൻ്റെ ധനത്തോടാണോ സ്നേഹം? സത്യത്തിൽ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ? ശലോമോൻ്റെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു അത്. അതുകൊണ്ട് ശലോമോൻ ഒരു ദിവസം തൻ്റെ രാജകൊട്ടാരത്തിലെ ആ പ്രൗഢികളെല്ലാം താഴ്ത്തി വെച്ച്, താൻ തൻ്റെ കിരീടം താഴെ വെച്ച്, തൻ്റെ രാജകീയമായ വസ്ത്രം അഴിച്ചുമാറ്റി വെച്ച്, ഒരു ഇടയച്ചെറുക്കൻ്റെ വേഷം കെട്ടി താൻ ഗ്രാമങ്ങളിലേക്ക് ചെന്നു. ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അവിടെ ആടിനെ മേയ്ക്കുന്ന ഒരു പാവപ്പെട്ട ഇടയ പെൺകുട്ടിയെ കാണാനായിട്ടിടയായി. അവളാണ് ശൂനേകാരി, ആ കഥയിലെ നായിക. ആ ശൂനേകാരിയെ കണ്ടപ്പോൾ ഈ ഇടയച്ചെറുക്കൻ്റെ വേഷം കെട്ടിയ ശലോമോൻ സത്യത്തിൽ അവളിൽ
അനുരക്തനായി. അവൾക്കും ഈ ചെറുപ്പക്കാരനോട് താല്പര്യമായി. അവൾക്കൊരിക്കലും മനസ്സിലായില്ല ഇത് രാജാവാണെന്ന് മനസ്സിലായില്ല. അവൾ ആ ഇടയച്ചെറുക്കനെ സ്നേഹിച്ചു, അവനായിട്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇടയച്ചെറുക്കൻ വാസ്തവത്തിൽ ശലോമോനാണല്ലോ. ശലോമോൻ വിചാരിച്ചു ഇവളുടെ സ്നേഹത്തെ ഒന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ആ ഇടയച്ചെറുക്കൻ്റെ വേഷം കെട്ടിയ ശലോമോൻ താൻ മാറിപ്പോയതിന് ശേഷം ശലോമോൻ രാജാവിൻ്റെ അരമനയിലേക്ക് തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ടുചെല്ലുന്നു. എന്നിട്ട് ശലോമോൻ രാജാവിന് ഇവളെ വിവാഹം കഴിക്കണം എന്ന് താല്പര്യം പറയുന്നു. ഈ ശലോമോൻ രാജാവാണ് ഇടയനായി തൻ്റെ അടുത്ത് വന്ന് തൻ്റെ ഹൃദയം കവർന്നത് എന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലായില്ല. അവൾക്ക് സത്യത്തിൽ ഈ ശലോമോൻ രാജാവിൻ്റെ പ്രൗഢിയുടെ 10,000-1 അംശമില്ലാത്ത ഇടയച്ചെറുക്കനിലായിരുന്നു അവളുടെ ഹൃദയം അപ്പോഴും. അവൾ അതുകൊണ്ട് ആ രാജാവിൻ്റെ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് ആ ഇടയച്ചെറുക്കന് വേണ്ടി നിന്നു. അവസാനം ശലോമോന് മനസ്സിലായി അവൾ തൻ്റെ രാജകീയ പ്രൗഢികളെയല്ല സ്നേഹിക്കുന്നത്, തൻ്റെ ധനത്തെയല്ല സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ശലോമോൻ രാജാവ് ആ ശൂനേംകാരിയെ തൻ്റെ പ്രിയപത്നിയായിട്ട് ഏറ്റവും വലിയ പട്ടമഹിഷിയായിട്ട് താനെ വാഴിച്ചു എന്നാണ് ഉത്തമഗീതത്തിൻ്റെ ഒരു വ്യാഖ്യാനം. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഒരളവിൽ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു ആ ശലോമോനെ പോലെ രാജകീയ പ്രൗഢി മുഴുവൻ മാറ്റിവെച്ച്, സ്വർഗത്തിൻ്റെ ആ നിലയിലുള്ള സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് താണഭൂമിയിലേക്ക് വന്ന് താനൊരു ഇടയച്ചെറുക്കനെ പോലെ നമ്മുടെ സ്നേഹം താൻ നേടി അങ്ങനെ നമ്മുമായിട്ട് അങ്ങനെ ഒരു അടുത്ത ബന്ധത്തിനായിട്ട് കൊതിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും അടുത്ത സുതാര്യമായ ഒരു ബന്ധത്തിൻ്റെ ചിത്രമാണ് ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നത് എന്ന് അതിനെ തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു തനിക്കുള്ളതെല്ലാം നഷ്ടമാക്കിയാണ് താണഭൂമിയിലേക്ക് വന്ന് അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യരൂപമെടുത്ത് തന്നെ താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി അങ്ങനെ താൻ നമുക്കായിട്ട് വന്നു. ഇങ്ങനെ കർത്താവ് നമ്മളിപ്പോൾ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ സ്വർഗരാജ്യമാണ് എല്ലാം നഷ്ടപ്പെടുത്തി ആ മുത്തിനെ വാങ്ങിയത്, അല്ലെങ്കിൽ സ്വർഗരാജ്യമാണ് എല്ലാം നഷ്ടമാക്കി ആ വയൽ വാങ്ങിയത്. ഞാനും നിങ്ങളും ആ നിധിയാണ്, വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്, ആ വിലയേറിയ മുത്താണ്. സ്വർഗം നമ്മളെ വലിയ വിലയേറിയ മുത്തായിട്ട് കാണുന്നു, നിക്ഷേപമായിട്ട് നിധിയായിട്ട് കാണുന്നു. എത്ര വലിയൊരു കാര്യമാണ് അത്. അങ്ങനെയാണ് ദൈവം നമുക്കായിട്ട് രക്ഷയൊരുക്കിയത്. പക്ഷേ ദൈവം നമുക്കായിട്ട് ഒരുക്കിയ ഈ രക്ഷയ്ക്ക് സ്വർഗം വലിയ ഒരു വില കൊടുത്തെങ്കിലും ആ വില നമുക്ക് നൽകി ആ രക്ഷ സ്വന്തമാക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇന്ത്യയിൽ വന്ന ഒരു മിഷണറിയെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആ മിഷണറി കേരളത്തിനടുത്ത് കന്യാകുമാരി പോലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാനായിട്ട് ഇടയായി. ആ ഗ്രാമം, താൻ താമസിച്ചിരുന്ന ആ ഗ്രാമം മുത്തുവാരുന്ന മുക്കുവരുടെ ഒരു ഗ്രാമമായിരുന്നു. കടലിൽ ചെന്ന് മുങ്ങി മുത്തുവാരി അത് കൊണ്ടുവന്ന് വിൽക്കുന്ന അങ്ങനെയുള്ള മുക്കുവരുടെ ഒരു ഗ്രാമം, കടൽ തീരത്ത് അടുത്തുള്ള ഒരു ഗ്രാമം. അവിടെ ഈ വിദേശ മിഷണറി വന്ന് താൻ സുവിശേഷം അറിയിച്ചു. താൻ സുവിശേഷം അറിയിച്ചപ്പോൾ താൻ പറഞ്ഞ ആ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം ഇതാണ്: നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം തനിക്കുള്ളതെല്ലാം നഷ്ടമാക്കി നിങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ താനെ പരമയാഗമായി നിങ്ങൾക്കായിട്ട് രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. ഈ രക്ഷാമാർഗം ദൈവം നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നു. സൗജന്യമായിട്ട് നൽകുന്ന ഈ രക്ഷയെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വിശ്വാസത്താൽ അംഗീകരിച്ചാൽ മതി. അല്ലാതെ രക്ഷയ്ക്കായിട്ട് മുതൽ മുടക്കേണ്ടതില്ല. ഇതിനുള്ള മുഴുവൻ വിലയും സ്വർഗം തന്നെ കൊടുത്ത് വീട്ടിയിരിക്കുന്നു. നിങ്ങൾക്കത് സൗജന്യമായിട്ട് കൈപ്പറ്റാം. ഈ നിലയിലായിരുന്നു ആ വിദേശ മിഷണറി താൻ സുവിശേഷം അറിയിച്ചത്. എന്നാൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് പലർക്കും ആ സുവിശേഷത്തോടെ താല്പര്യം തോന്നിയില്ല. പ്രത്യേകിച്ചും ആ ഗ്രാമത്തിലെ ആ മുക്കവരുടെ തലവനായിരുന്ന ആ ഗ്രാമപ്രമുഖൻ താൻ പറഞ്ഞു, മിഷണറി, നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു നല്ല വ്യക്തിയാണ്, നിങ്ങൾ പറയുന്നത് നല്ലൊരു സന്ദേശമാണ്, പക്ഷേ എനിക്കിതിനോട് യോജിക്കാൻ ഒക്കുന്നില്ല.
എൻ്റെ രക്ഷയ്ക്ക് ഞാൻ തന്നെ പ്രവർത്തിക്കണ്ടേ? ഞാൻ തന്നെ വേണ്ടേ അതിൻ്റെ വില കൊടുക്കാൻ? എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും പ്രവർത്തിച്ചു, അതെനിക്ക് സൗജന്യമായിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്നില്ല. ഇന്ത്യയിലെ പലർക്കും ഉള്ള പ്രശ്നം ഇതായിരുന്നു. മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. മിഷണറിമാർ ഈ സുവിശേഷ സത്യങ്ങൾ അദ്ദേഹത്തോട് അറിയിക്കുമ്പോൾ എൻ്റെ രക്ഷയ്ക്ക് ഞാൻ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്നാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന കഥയിലെ ആ മുക്കവരുടെ തലവൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്, ആ ഒരു കാര്യത്തിൽ താങ്കളോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് ആ തലവൻ പറഞ്ഞു. ഒരു ദിവസം ഈ മുക്കവന്മാരുടെ തലവൻ താൻ ആ നിലയിൽ തീർത്ഥാടനത്തിനായിട്ടും ദൈവത്തിനായിട്ട് ജീവിക്കാനായിട്ട് ഈ ഗ്രാമം വിട്ടു പോകാനായിട്ട് ഈ മുക്കവന്മാരുടെ തലവൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം മിഷണറിയെ വിളിച്ചു. മിഷണറിയോട് പറഞ്ഞു, മിഷണറി, നാളെ ഞാൻ ഈ ഗ്രാമം വിട്ടു പോവുകയാണ്. ഞാൻ തീർത്ഥാടനത്തിനും ഹിമാലയത്തിലെ തപസ്സിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ല. നിങ്ങളെൻ്റെ വ്യക്തിപരമായിട്ട് ഒരു നല്ല സുഹൃത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് ഒരു സമ്മാനം തരാനായിട്ട് പോവുകയാണ്. ഈ സമ്മാനം തന്ന് നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് പിരിയുന്നു, ഇനി നമ്മൾ തമ്മിൽ കാണുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മുത്ത്, കണ്ണഞ്ചിക്കുന്ന ഒരു മുത്ത് എടുത്ത് ഈ മിഷണറിക്ക് കൊടുത്തു. മിഷണറി പറഞ്ഞു, ഇത് വളരെ വലിയ വിലയുള്ള ഒരു മുത്താണല്ലോ. ആട്ടെ, ഇതിന് എത്രയാണ് വില? ഇത് ഞാൻ തരാം, ആ വില ഞാൻ തരാം. താങ്കൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണല്ലോ, എനിക്കാണെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടില്ല, ഞാൻ പണം തരാം. ഇതിൻ്റെ വില എന്താണ് എന്ന് ചോദിച്ചു. ഉടനെ ആ മുക്കോന്മാരുടെ പ്രമാണി പറഞ്ഞു, തലവൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, മിഷണറി, നിങ്ങൾക്കിതിൻ്റെ വില തന്ന് തീർക്കാനായിട്ട് കഴിയുകയില്ല. കാരണം ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. നിങ്ങൾക്കറിയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, ഒരേ ഒരു മകൻ. അവൻ എന്നെപ്പോലെ തന്നെ കടലിൽ മുങ്ങി മുത്തു വാരുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവൻ കടലിൽ മുങ്ങി. സമയം പൊങ്ങി വരേണ്ട സമയമായിട്ടും അവനെ കാണുന്നില്ല. ഞങ്ങൾ പരിഭ്രാന്തരായി. സമയം പിന്നെയും മുന്നോട്ട് പോയിട്ടും അവനെ കാണാതെ വന്നപ്പോൾ ഞാൻ തന്നെ അവൻ മുങ്ങി ആ കടലിൽ മുങ്ങിച്ചെന്നപ്പോൾ അവന് കടലിൻ്റെ അടിത്തട്ടിൽ ഒരു പാറക്കെട്ടിൽ തല കുടുങ്ങി അവിടെ അങ്ങനെ മരിച്ച് ആ നിലയിൽ ഇരിക്കുകയാണ്. ഞാൻ ആ മൃതദേഹം കടലിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് കടൽ തീരത്തെ മണലിൽ ആ മൃതദേഹം കിടത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ എന്തോ ഒരു കാര്യം മുറുകെ പിടിച്ചിരുന്നു. ഞാൻ ആ മുഷ്ടി വിടർത്തി നോക്കിയപ്പോൾ ആ കൈക്കുള്ളിൽ കണ്ടത് ഈ വില തീരാത്ത മുത്താണ്. ഈ മുത്ത് ആ കടലിലെ ആ നിലയിലെ പാറക്കെട്ടിനിടയിൽ അവൻ കണ്ട് അതിനായിട്ട് ആഗ്രഹിച്ച് അതിനായിട്ട് ചെന്ന് ആ മുത്ത് അവൻ എടുത്തു. പക്ഷേ അവന് പൊങ്ങി വരാൻ കഴിഞ്ഞില്ല. അവൻ്റെ തല പാറക്കെട്ടിൽ കുടുങ്ങി അവിടെ തന്നെ അവൻ മരിച്ചുപോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മുത്ത് ഏറ്റവും വിലയുള്ളതാണ്. ഇതിൻ്റെ വില താങ്കൾക്ക് തന്നു തീർക്കാനായിട്ട് കഴിയുകയില്ല. കാരണം ഇതെൻ്റെ മകൻ്റെ ജീവൻ്റെ വിലയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മിഷണറി ഒരു നിമിഷം നിശബ്ദനായിട്ട് നിന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഇതേ കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. സ്വർഗത്തിന് താങ്കൾക്കുണ്ടായിരുന്നതുപോലെ ഒരേ ഒരു പുത്രൻ ഉണ്ടായിരുന്നു, ഏകജാതനായ പുത്രൻ യേശുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രൻ്റെ വിലയാണ്, ആ പുത്രൻ ഒരുക്കിയതാണ്, അവനവൻ്റെ ജീവൻ നൽകി ഒരുക്കിയതാണ് ഈ രക്ഷാമാർഗം. ഈ മുത്തിന് എനിക്കൊരു വില തന്ന് തീർക്കാൻ കഴിയില്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ സ്വർഗം ഏറ്റവും മുതൽ മുടക്കി സമ്പാദിച്ച ഈ രക്ഷ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ നമുക്ക് അത് വാങ്ങാനായിട്ട് കഴിയുകയില്ല. അതറിയാവുന്നത് കൊണ്ടാണ് സ്വർഗം നമുക്കിത് സൗജന്യമായിട്ട് നൽകുന്നത്. താങ്കൾ ഈ മുത്തെനിക്ക് സൗജന്യമായിട്ട് തന്നല്ലോ. കാരണം എന്താ? ഇത് വിലയില്ലാത്തതായതുകൊണ്ടല്ല, മറിച്ച് ഇത് ഏറ്റവും വിലയുള്ളതാണ്. ഈ വില എനിക്ക് തന്നു തീർക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് എനിക്ക് സൗജന്യമായിട്ട് താങ്കൾ തന്നത്. ഇതേ കാരണത്താലാണ് സ്വർഗം മാനവരാശിക്ക് രക്ഷ സൗജന്യമായിട്ട് നൽകുന്നത്. അതേറ്റവും വിലയുള്ളതാണ്. ഏകജാതനായ പുത്രൻ്റെ വില അതിനുണ്ട്. നമുക്കാർക്കും അത് കൊടുത്തു തീർക്കാനൊക്കെയില്ല. അതുകൊണ്ട് അത് സൗജന്യമായിട്ട് തരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതത്ര വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ
നമ്മുടെ ഏറ്റവും നല്ല പെരുമാറ്റം കൊണ്ടോ ഇത് കൈയടക്കാൻ കഴിയാതെ വന്നപ്പോൾ അത്ര വില തീരാത്ത ഒരു മുത്തായതുകൊണ്ട് ഈ രക്ഷാമാർഗം ദൈവം നമുക്ക് സൗജന്യമായിട്ട് തന്നു. അതിൻ്റെ അർത്ഥം ഇത് വിലയില്ലാത്തതാണ് എന്നല്ല, ഇത് ഏറ്റവും വിലയുള്ളതാണ്. വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയുകയില്ല എന്ന് മാത്രം, അതുകൊണ്ട് സൗജന്യമായിട്ട് തന്നു. നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ടല്ലോ. പ്രാഥമിക വിദ്യാഭ്യാസം അത് സൗജന്യമായിട്ടാണ് നൽകുന്നത്. അത് വിലയില്ലാത്തതാണോ? അല്ല, വിലയുള്ളതാണ്. ആ വില പലർക്കും കൊടുത്തു തീർക്കാൻ ഒക്കാത്തത് കൊണ്ടാണ് അത് സൗജന്യമായിട്ട് തരുന്നത്. ദൈവം തന്നെ നമുക്ക് തന്ന ഈ പ്രാണവായു നമ്മൾ ദിനംതോറും ഓരോ മിനിറ്റിലും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഈ പ്രാണവായു എത്ര വിലയുള്ളതാണ്. അതിൻ്റെ വില നമുക്ക് കൊടുത്തു തീർക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ദൈവം അത് നമുക്ക് സൗജന്യമായിട്ട് തന്നു. രക്ഷയും ഈ നിലയിലാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് ഏറ്റവും വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷയെ നമ്മൾ ഇന്ന് പലരും വിലയില്ലാത്തതായിട്ട് അതിൻ്റെ ഗൗരവമില്ലാതെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള സ്വർഗം മുടക്കിയ ആ മുതൽ അവർ കാണുന്നില്ലേ എന്ന് സംശയിച്ചു പോകും. ഇന്ന് ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെ ഈ രക്ഷയെ ഗൗരവമായി എടുക്കാതെ, ദൈവം നമുക്കായി തന്ന ഈ സൗജന്യമായി തന്ന രക്ഷയെ ഗൗരവമായിട്ട് എടുക്കാതെ നമുക്ക് ഇഷ്ടം പോലൊക്കെ ജീവിക്കാം, എങ്ങനെ ജീവിച്ചാലും ദൈവം കൃപാലുവാണ്, ആ കൃപാലുവായ ദൈവം നമ്മളോട് ക്ഷമിച്ചുകൊള്ളും എന്നുള്ള നിലയിൽ കൃപയെ ഒരു ലൈസൻസാക്കി പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാനായിട്ട് കഴിയും. കൃപയെ ലൈസൻസാക്കുക അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1 പത്രോസ് 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് അന്ന് ഒരു വ്യാജ കൃപ ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ പറയുന്നത് സത്യകൃപയാണ് എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള ഒരു കൃപയുടെ സുവിശേഷം രക്ഷയെ കുറച്ച് കാണുകയില്ല, അതിനെ ഏറ്റവും ഗൗരവമായിട്ട് കാണും. അതിന് സ്വർഗം മുടക്കിയ മുതൽ മനസ്സിലാക്കി നമ്മളും അതിനെ ഗൗരവത്തോടെ എടുക്കും. നമുക്ക് ദൈവം തന്ന ഈ രക്ഷയെ വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കാം. അത് വിലയില്ലാത്തതല്ല, അത് വില തീരാത്തതാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്കത് സൗജന്യമായിട്ട് തന്നത്. ആ രക്ഷയെ, അതിൻ്റെ വില മനസ്സിലാക്കി അതിനെ തുച്ഛീകരിക്കാതെ, കൃപയെ, ദൈവം തന്ന ഈ രക്ഷ കരസ്ഥമാക്കാനുള്ള കൃപയെ ഒരു ലൈസൻസായിട്ട് എടുക്കാതെ അതിനെ സത്യകൃപയുടെ ഭാഗത്ത് പത്രോസിനെ പോലെ നമുക്ക് നിൽക്കാം. അങ്ങനെ നിൽക്കാൻ നമ്മളെല്ലാവരെയും ഈ കാലഘട്ടത്തിൽ സഹായിക്കട്ടെ. യഥാർത്ഥത്തിലുള്ള രക്ഷയെ കുറച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ രക്ഷയുടെ വില മനസ്സിലാക്കി അതിനായിട്ട് നമുക്കൊരു നിലപാടെടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.